പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർ 1:17. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ഒരു നീതിമാന് ജീവിക്കുവാൻ സാധിക്കും. വിശ്വാസത്താൽ നമുക്ക് ജീവൻ ലഭിക്കും. വിശ്വാസത്താൽ നീതിമാൻ ചിലപ്പോൾ ജീവിക്കും എന്നല്ല ബൈബിൾ പറയുന്നത്. നീതിമാൻ വിശ്വാസത്താൽ തീർച്ചയായും ജീവിക്കും. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ വരാം, എന്നാൽ കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. കാരണം എൻ്റെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ്. കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. അതേ പ്രിയരെ, കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. അതേ നീതിമാൻ ജീവിക്കും. ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോകക്കാർ നാളേക്കായി ദുഃഖിക്കുകയാണ്. ഭാവികാലം എപ്രകാരമായിരിക്കുമോ, ഞാനും എൻ്റെ മക്കളും എപ്രകാരം ജീവിക്കുമെന്നോർത്ത് അവർ ദുഃഖിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്ത് തിന്നും എന്ത് ഉടുക്കും എന്നോർത്ത് അവർ ദുഃഖിക്കുന്നു. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് സന്തോഷിപ്പാൻ വകയുണ്ട്. കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ആഹാരം, വസ്ത്രം, ജോലി ഇവയേക്കാൾ അധികമായി നമ്മൾക്ക് ആവശ്യം പ്രിയരെ നമുക്ക് വിശ്വാസമാണ്. കർത്താവിലുള്ള വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കർത്താവ് എന്നെ നടത്തും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നെ കർത്താവ് സമ്പന്നനാക്കുവാൻ എൻ്റെ കർത്താവ് ദരിദ്രനായി മാറി. എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൽ അടിപ്പിണരുകൾ ഏൽക്കേണ്ടി വന്നു. എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കുവാൻ എൻ്റെ കർത്താവ് ദുഃഖം നിറഞ്ഞവനായും കഷ്ടം സഹിക്കുന്നവനുമായി. ഹല്ലേലൂയ. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർ വിശ്വാസത്താൽ ജീവിക്കും. മാർട്ടിൻ ലൂഥർക്ക് എത്രയോ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാലോ. എത്രയോ പ്രശ്നങ്ങൾ താൻ അനുഭവിക്കേണ്ടി വന്നു. അന്നുണ്ടായിരുന്ന സർക്കാർ അദ്ദേഹത്തെ കൊല്ലുവാൻ യുദ്ധസേനാധിപതികളെ ദേശമെങ്ങും അയച്ച് അന്വേഷിപ്പിച്ചു. മാർട്ടിൻ ലൂഥർ ധൈര്യത്തോടെ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അദ്ദേഹത്തെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു രാജാവിനും മരണശിക്ഷ കൊടുക്കുവാൻ സാധിച്ചില്ല. സാരാഫാത്തിലെ വിധവയ്ക്ക് ജീവൻ നിലനിർത്തുവാൻ ഒരു വഴിയുമില്ലായിരുന്നു. കലത്തിൽ ഒരൽപ്പം മാവും ഭരണിയിൽ ഒരൽപ്പം എണ്ണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് താനും തൻ്റെ മകനും പിന്നീട് മരിക്കുമെന്നാണ് ദുഃഖത്തോടു കൂടി ഏലിയാവിനോട് അവൾ പറഞ്ഞത്. എന്നാൽ ഏലിയാവ് മുഖാന്തരം കർത്താവ് അവളുടെ ഉള്ളിൽ വിശ്വാസത്തെ കൊണ്ടുവന്നു. ആദ്യത്തെ അട ഏലിയാവിന് അവൾ ഉണ്ടാക്കി കൊടുത്തതിനാൽ പിന്നെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോയതുമില്ല. അവൾ വിശ്വാസത്താൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം നമ്മൾക്കറിയാം. കർത്താവ് കാക്കയെ കൊണ്ട് ഏലിയാവിനെ ഓരോ ദിവസവും ആഹാരം കൊടുത്ത് പുലർത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രിയരെ, നിങ്ങളെ പോറ്റി പുലർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. തീർച്ചയായും നിങ്ങൾ അത്ഭുതകരമായി ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.